തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിർണയത്തെ ചൊല്ലി ആലപ്പുഴ കോൺഗ്രസിൽ കൂട്ടയടി. സീറ്റ് വിഭജനത്തിൽ കൂട്ടുകച്ചവടം എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. DCC ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്റർ പ്രതിഷേധം ഉണ്ടായി. അശ്വിൻ ബാലഹഴി ആലപ്പുഴയിൽ നിന്ന് നേർസാക്ഷ്യങ്ങൾ നൽകുന്നു. പറയാം അശ്വിൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെയായിരുന്നു UDFന്റെ ജില്ലാ കോർ കമ്മിറ്റി ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ആലപ്പുഴ DCC ഓഫീസിന് മുന്നിലായിരുന്നു. ഇവിടെയായിരുന്നു കോർ കമ്മിറ്റി നടന്നത്. പക്ഷേ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയ തർക്കമാണ് ഈ കോർ കമ്മിറ്റിയിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനടക്കമുള്ള നേതാക്കൾ DCC നേതൃത്വവുമായി വലിയ തോതിൽ വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. യുവാക്കൾക്ക് പ്രാതിനിധ്യമില്ല, യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പരിഗണിക്കാതെ സീറ്റ് നിർണ്ണയം പൂർത്തിയാക്കിയെന്നടക്കമായിരുന്നു അവരുടെ ആരോപണം. ഇപ്പോൾ അതാ DCC ഓഫീസിന് മുന്നിൽ ഒരു പോസ്റ്റർ പ്രതിഷേധം കൂടി യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ വന്നിരിക്കുന്നു. സേവ് കോൺഗ്രസ് എന്നാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന് അവഗണിച്ച സീറ്റുകളെല്ലാം കൂട്ടുകച്ചവടം, അതായത് ജില്ലയിൽ യൂത്ത് കോൺഗ്രസിനെ അവഗണിച്ച് കൂട്ടുകച്ചവടം നടത്തി മറ്റുള്ള ആളുകൾക്ക് സീറ്റ് നൽകുന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. എന്തായാലും ഇന്നലത്തെ തർക്കത്തിനൊടുവിലും യൂത്ത് കോൺഗ്രസിലെ പ്രതിനിധികൾക്ക് സീറ്റ് നൽകാൻ DCC നേതൃത്വം തയ്യാറായിട്ടില്ല. മറ്റു ചില ആളുകളെ മുൻ നിശ്ചയിച്ച പ്രകാരം അവർക്ക് സീറ്റ് കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് യൂത്ത് കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ അധ്യക്ഷൻ MB പ്രവീൺ അടക്കം ഇത്തവണ മത്സരത്തിന് കച്ചകെട്ടി നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ജില്ലാ പ്രസിഡന്റിനെ പോലും പരിഗണിക്കാതെയാണ് നിലവിൽ സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്നോ നാളെയോ ഒക്കെ DCC എറണാകുളത്ത് ആലപ്പുഴയിൽ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി നടക്കാനിരിക്കെയാണ് ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് UDFലെ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്റർ പ്രതിഷേധത്തിനൊടുവിലെങ്കിലും അവർക്ക് പരിഗണന കിട്ടുമോ എന്നുള്ളത് പ്രധാന ചർച്ചാ വിഷയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.